ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ പി ജി ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പോൾ നമുക്ക് US, UK, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഈ പറയുന്ന 5 ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ പി ജി ചെയ്യാവുന്നതാണ് പിന്നീടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ. ഇതിനകത്തുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചൈനയിലും റഷ്യയിലൊക്കെ ഉള്ള ചില യൂണിവേഴ്സിറ്റികൾ ആദ്യത്തെ 2-3 വർഷങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയും അതിനുശേഷം അവരുടെ ലോക്കൽ ലാംഗ്വേജിലോട്ട് പഠിപ്പിക്കുന്ന ഒരു പ്രോബ്ലം എന്തുണ്ട് ഓൾറെഡി നിലനിൽക്കുന്നുണ്ട്. സർ, വിദേശത്തെ MBBS പഠിച്ചതിന് ശേഷം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു കോഴ്സ് വാലിഡ് അല്ല, ലൈസൻസിങ് കിട്ടത്തില്ല എന്നൊക്കെ ഒരു റൂമേഴ്സ് നമ്മളുടെ ഇടയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് സാറിന് എന്താണ് പറയാനുള്ളത്? വിദേശത്ത് MBBS പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലൊന്നും വർക്ക് ചെയ്യാനായിട്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല. ഇത് പിന്നെ സുജിത പറഞ്ഞതുപോലെ വെറും റൂമേഴ്സ് മാത്രമാണ്. 2 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിദേശത്തുള്ള യൂണിവേഴ്സിറ്റികളെ ചൂസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ FMGL റെഗുലേഷൻ എന്ന് പറയുന്നൊരു ഗസറ്റ് ഉണ്ട്. 2021 നാഷണൽ മെഡിക്കൽ കമ്മീഷനും ഫാമിലി ഹെൽത്ത് വെൽഫെയർ ബോഡിയും കൂടി ചേർത്തിട്ട് മിനിസ്ട്രിയും കൂടി ചേർത്തിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്ന പിന്നെ ഒരു ഗസറ്റാണ്. അപ്പോൾ ഈ ഗസറ്റിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് ഫസ്റ്റ് മീറ്റ് ചെയ്യണം. ഇതിൻ്റെ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം എന്ത് ചെയ്യണം, ഇവിടെ നാഷണൽ ബോർഡ് ഓഫ് മെഡിക്കൽ എക്സാമിനേഷൻ NBEMS ഇവിടെ ഒരു പരീക്ഷ നടത്തുന്നത് FMG എന്ന് പറയുന്ന പേരിൽ. അപ്പോൾ രണ്ടാമത് എന്ത് ചെയ്യണം, FMGൻ്റെ പരീക്ഷ പാസ്സാവണം. അപ്പോൾ ഇത് രണ്ടും ഓക്കെ ആവുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് വർക്ക് ചെയ്തതിനകത്ത് യാതൊരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ല. അപ്പോൾ FMGL റെഗുലേഷനിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് മീറ്റ് ചെയ്യാത്ത യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ എന്തായാലും ഡിഗ്രി വാലിഡ് ആവില്ല. അപ്പോൾ ഈ ഒരു കാര്യം പ്രോപ്പർലി ചിന്തിച്ചതിന് ശേഷം നമ്മൾ കോഴ്സ് ചൂസ് ചെയ്യുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. എന്തൊക്കെയാണ് നമ്മുടെ NMC റൂൾസ് വരുന്നത് ഈ MBBS എബ്രോഡുമായിട്ട് ബന്ധപ്പെട്ട്? ഇപ്പോൾ 2021 FMGL റെഗുലേഷൻ എന്ന പേരിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഈ ഒരു ഗസറ്റ് പബ്ലിഷ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ മേജറായിട്ട് പറയുന്ന കാര്യം ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴ്സിൻ്റെ ഡ്യൂറേഷനായി ബന്ധപ്പെട്ടാണ്. അതായത് നമ്മുടെ കോഴ്സ് വന്നിട്ട് മിനിമം 54 മാസം 54 മന്ത്സ് കോഴ്സ് ഉണ്ടാവണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ദെൻ രണ്ടാമത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് കൺട്രിയിലാണോ പഠിക്കുന്നത് ആ കൺട്രിയിൽ നമ്മൾ പഠിക്കുന്ന സെയിം ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ, അതായത് നമ്മൾ പഠിക്കുന്ന മെഡിക്കൽ കോളേജിൽ തന്നെ നമ്മൾ 12 മാസത്തെ ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടാവണം എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിലുള്ളതുപോലെ തന്നെ. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു വിദ്യാർത്ഥി എന്ത് ചെയ്തു, ഇപ്പോൾ ട്രിവാൻഡ്രം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBS പഠിക്കാൻ കയറി കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ആൾക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്തിട്ട് പോയി തമിഴ്നാട് പഠിക്കൽ പോസിബിൾ അല്ല. ഏത് യൂണിവേഴ്സിറ്റിയിലാണോ ജോയിൻ ചെയ്യുന്ന ആൾ അവിടെ തന്നെ എന്ത് ചെയ്യണം, കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ട്. സോ സെയിം ലൈക്കസ് എബ്രോഡും എന്ത് ചെയ്യണം, അതുപോലെ തന്നെ ആയിരിക്കണം പഠിച്ചിരിക്കേണ്ടതെന്ന് പറയുന്നത്. അവിടെ നിന്ന് തന്നെ ഇന്റേൺഷിപ്പും ചെയ്തിട്ടുണ്ടാവണം. ദെൻ പിന്നെ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എൻറ്റയർ കോഴ്സ് നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ പഠിച്ചിട്ടുണ്ടാവണം എന്ന് പറയുന്നത്. അതായത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ടോട്ടലി ഇംഗ്ലീഷ് തന്നെ ആവണം എന്ന് പറയുന്നത്. ഇപ്പം എബ്രോഡ് വേറെ ഏത് കൺട്രീസ് പോയെന്നാലും നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കണം മെയിനായിട്ട് പഠിച്ചിരിക്കേണ്ടതെന്നാണ് പറയുന്നത്. ഇതിനകത്തുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചൈനയിലും റഷ്യയിലൊക്കെ ഉള്ള ചില യൂണിവേഴ്സിറ്റികൾ ആദ്യത്തെ 2-3 വർഷങ്ങൾ ഇംഗ്ലീഷിൽ പഠിപ്പിക്കുകയും അതിനുശേഷം അവരുടെ ലോക്കൽ ലാംഗ്വേജിലോട്ട് പഠിപ്പിക്കുന്ന ഒരു പ്രോബ്ലം എന്തുണ്ട് ഓൾറെഡി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഒഴിവാക്കാനാണ് കൃത്യമായി ഇംഗ്ലീഷിൽ തന്നെ നമ്മൾ കോഴ്സ് പഠിച്ചിട്ടുണ്ടാവണം എന്നുള്ളൊരു കാര്യം പറയുന്നത്. ഓക്കെ, ദെൻ പിന്നെ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഗാർഡിങ് എന്താണ് നമ്മുടെ പഠിക്കുന്ന സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ ഒരു ഗസറ്റിൻ്റെ ഷെഡ്യൂൾ 1 സബ്ജക്ട്സ് പറയുന്നുണ്ട് മിനിമം നമ്മൾ എന്തൊക്കെ സബ്ജക്ട്സ് പഠിച്ചിട്ടുണ്ടാവണം എന്നുള്ളത്. അതായത് ഇന്ത്യയിൽ ഒരു വിദ്യാർത്ഥി പഠിക്കുന്ന എല്ലാ സബ്ജക്റ്റുകളും കമ്പൽസറി നമ്മൾ പഠിച്ചിട്ടുണ്ടാവണമെന്ന് ഗസറ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. പിന്നെ ലൊക്കേഷൻ ഓഫ് സ്റ്റഡി പറയുന്നുണ്ട്. അതായത് നമ്മൾ എവിടെയാണോ ജോയിൻ ചെയ്യുന്നത് നമ്മുടെ കോഴ്സ് എൻറ്റയർ ഡ്യൂറേഷൻ, അതായത് നമ്മുടെ തിയറി അതുകൂടാണ്ട് നമ്മുടെ പ്രാക്ടിക്കൽ, ദെൻ നമ്മുടെ ഇന്റേൺഷിപ്പ്, ക്ലറിക്കൽഷിപ്പ്, ഇതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, നമ്മൾ ഒരു സെയിം ലൊക്കേഷനിൽ തന്നെ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ ജോയിൻ ചെയ്യുന്നത് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ ചെയ്തിട്ടുണ്ടാവണമെന്നാണ് പറയുന്നത്. അല്ലാണ്ട് നമ്മളവിടെ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, പകുതി പിന്നെ തിയറി ഒരിടത്ത് പഠിച്ചു, ബാക്കി എന്ത് ചെയ്തു ഒരു 3 വർഷം കഴിഞ്ഞിട്ടുള്ള ക്ലിനിക്കൽസൊക്കെ വേറെ കോളേജിൽ പോയി ചെയ്തു. അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ ഡിഗ്രി വാലിഡ് അല്ല എന്ന് NMC ക്ലിയർലി പറയുന്നുണ്ട്. അപ്പം ട്രാൻസ്ഫർ എന്ന് പറയുന്നൊരു പരിപാടി പോസിബിൾ അല്ല. ഓക്കെ, ദെൻ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണോ പഠിക്കുന്നത് ആ രാജ്യത്തിൽ നമുക്ക് എന്ത് വേണം, ഒന്നുകിൽ നമ്മൾ അവിടുത്തെ എന്ത് ചെയ്യണം, ലൈസൻസിങ് അതോറിറ്റിയുടെ സൈഡിൽ നിന്ന് നമുക്ക് രജിസ്ട്രേഷൻ കിട്ടണം. ഇനി ഇല്ല എങ്കിൽ നമ്മുടെ ഡിഗ്രി എന്തായിരിക്കും, ലൈസൻസ് ടു പ്രാക്ടീസിന് എലിജിബിൾ ആവണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വിദേശത്തുള്ള ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റി നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ പറയുന്നതൊക്കെ നമുക്ക് എലിജിബിൾ ആണെന്ന് എങ്ങനെ ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നേ? ഇതിനകത്തുള്ള മേജറായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എംബസി ഓഫ് ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾ മേജർലി പോകുന്ന രാജ്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സെൻട്രൽ ഏഷ്യൻ റീജിയനിലുള്ള രാജ്യങ്ങൾ, ദെൻ എന്താണ് യൂറോപ്പിൽ ബഡ്ജറ്റ് കുറഞ്ഞ് പഠിക്കാനായിട്ട് സാധിക്കുന്ന രാജ്യങ്ങൾ, പിന്നെ ചില യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലൊക്കെ പോയി പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ മേജർലി ഉള്ള ഓപ്ഷൻ ഞാൻ ഈ പറഞ്ഞ ഒറ്റ ഓപ്ഷനാണ്. അതായത് നമുക്കിപ്പം എംബസി ഓഫ് ഇന്ത്യാസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. ഇപ്പം ഉസ്ബെക്കിസ്ഥാന്, തജിക്കിസ്ഥാന്, കസാക്കിസ്ഥാന്, ജോർജിയ, അർമേനിയ ഒക്കെ പോലെ എല്ലാ രാജ്യങ്ങളിലെ എംബസികളും അവിടെ പോയി പഠിച്ചു കഴിഞ്ഞാൽ
ഡിഗ്രി വാലിഡ് ആണോ, രജിസ്ട്രേഷൻ കിട്ടുമോ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, ആ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുകയാണെങ്കിൽ വലിയ പ്രോബ്ലംസ് ഇല്ലാണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റുഡൻസിന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സാർ, ഇപ്പോൾ MBBS എബ്രോഡ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിന് നീറ്റ് കമ്പൽസറി ആയിട്ട് വരുന്നുണ്ടോ? MBBS വിദേശത്ത് പോയി പഠിക്കാനായിട്ട് നീറ്റ് വേണമെന്ന് ചോദിച്ചാൽ സത്യത്തിൽ നീറ്റിൻ്റെ ആവശ്യമില്ല. പക്ഷേ തിരിച്ച് ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യണമെങ്കിൽ നീറ്റ് ക്വാളിഫൈഡ് ആയ വിദ്യാർത്ഥിക്ക് മാത്രമേ പോസിബിലിറ്റി ഉള്ളൂ. കാര്യം വേറൊന്നല്ല, നമ്മൾ പല വിദ്യാർത്ഥികളും എന്നോട് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, നമ്മൾ ഇൻ ബിറ്റ്വീൻ ദ കോഴ്സ് എന്ത് ചെയ്തു, നീറ്റ് ക്വാളിഫൈഡ് ആയാൽ നമുക്കിവിടെ വന്ന് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും പോസിബിലിറ്റി ഇല്ല. നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പായി, നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായി തന്നെ എന്തുണ്ടായിരിക്കണം, നമ്മൾ നീറ്റ് ക്വാളിഫൈഡ് ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് വർക്ക് ചെയ്യൽ പോസിബിലിറ്റി ഉള്ളൂ. ഇപ്പോൾ അവർ നീറ്റ് ക്വാളിഫിക്കേഷൻ മാർക്ക് എടുത്തു, എന്നിട്ട് എബ്രോഡ് പോകുന്നു. അതെ, ചില കുട്ടികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർ വൺ ഇയറും കൂടെ റിപ്പീറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു വർഷത്തേക്കും കൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് എന്താണ് ചാൻസ് എന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ നെക്സ്റ്റ് ടൈം എഴുതുന്ന സമയത്ത് അവർക്ക് നീറ്റിന്റെ സ്കോർ എന്ന് വെച്ചാൽ പറഞ്ഞ ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ അവർക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്ത് വെച്ചത് ആ സ്കോർ യൂസ് ചെയ്തിട്ട് പുറത്തു പോയി പഠിക്കാൻ പറ്റുമോ? ഓക്കെ, മനസ്സിലായി. അതായത് ഇപ്പോൾ ഒരു നീറ്റ് എഴുതുന്നൊരു വിദ്യാർത്ഥി ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്വാളിഫൈഡ് ആയി, സെക്കൻഡ് അറ്റംപ്റ്റിൽ ക്വാളിഫൈഡ് ആയില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എബ്രോഡ് MBBS മാത്രമുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എന്തുണ്ട്, MBBS എബ്രോഡിനെ സംബന്ധിച്ചിട്ട് 3 വർഷത്തെ വാലിഡിറ്റി ഉണ്ട്. അതായത് ഈ വർഷം നീറ്റ് എഴുതി ക്വാളിഫൈഡ് ആയ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിട്ട് നെക്സ്റ്റുള്ള 2 വർഷങ്ങൾ, അടുത്തുള്ള 2 വർഷങ്ങൾ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ആ ഒരു സെയിം സ്കോർ തന്നെ ആൾക്ക് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ വിദേശത്ത് പോയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. ഇന്ത്യയിൽ പറ്റില്ല, കറണ്ട് ഇയർ തന്നെ വേണം. അപ്പോൾ ഈ ഒരു ബെനിഫിറ്റ് ഉള്ളതുകൊണ്ട് എബ്രോഡ് പോകുന്ന വിദ്യാർത്ഥികൾക്ക് അത് ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റാണ്. ഇനി നീറ്റ് ക്വാളിഫൈഡ് ആവാത്ത സ്റ്റുഡൻസും MBBS എബ്രോഡ് പോയി പഠിക്കുന്നുണ്ട്. അത് അവിടെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അവർക്ക് പിന്നെ ഇന്ത്യയിൽ വന്നിട്ട് പ്രാക്ടീസിന് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? പിന്നെയുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ PG ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പോൾ നമുക്ക് US, UK, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഈ പറയുന്ന 5 ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ PG ചെയ്യാവുന്നതാണ് പിന്നീടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ. ബിക്കോസ് നമുക്കിപ്പോൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ PG എന്ന് പറഞ്ഞാൽ വേൾഡ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഡിഗ്രിയാണ്. അപ്പോൾ അവിടെ PG ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഏത് കൺട്രിയിൽ വേണമെങ്കിലും പോയി വർക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ആ ഒരു കൺട്രീനെ റെക്കഗ്നൈസ് ചെയ്യുന്ന രാജ്യങ്ങളിലെല്ലാം തന്നെ നമുക്ക് പോയിട്ട് വിത്തൗട്ട് എക്സാമിനേഷൻ നമുക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഓക്കെ, ദെൻ അവിടെ നിന്ന് PG കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ വന്നിട്ട് എക്സാം ഒന്നും അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് വർക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ആണ്. അതെ സാർ, ഇന്ത്യൻ MBBSഉം എബ്രോഡ് MBBSഉം തമ്മിലൊരു ഡിഫറൻസ് എന്താണ് സാറിന് തോന്നിയിട്ടുള്ളത്? ഇന്ത്യൻ MBBS എബ്രോഡ് MBBSഉം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. കാര്യം പഠിക്കുന്നത് മനുഷ്യൻ്റെ അനാട്ടമിയെ കുറിച്ചാണ് പഠിക്കുന്നത്, മനുഷ്യൻ്റെ ജീവൻ നിലനിർത്തുന്നതിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വേറെ വ്യത്യാസങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇപ്പോൾ ഇന്ത്യയിൽ ഒരു കോളേജിൽ ഇപ്പോൾ 200 സീറ്റ് ഉണ്ടെങ്കിൽ കോമൺ ലെക്ചേഴ്സൊക്കെ വരുന്ന സമയത്തെന്ന് പറഞ്ഞാൽ 200 വിദ്യാർത്ഥികൾ ഒരുമിച്ചിരുന്നാണ് ക്ലാസ് കേൾക്കുന്നത്. ഇത് നമ്മൾ എബ്രോഡിൻ്റെ കേസിലോട്ട് പോകുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും, ഒരു ക്ലാസ്സിലാകെ 15 വിദ്യാർത്ഥികൾ മാത്രമാണുള്ളത്. 15 പേരാകുമ്പം അവർക്കെല്ലാം വളരെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു അറ്റൻഷൻ അവർക്ക് കിട്ടും. പിന്നെ ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഒരു വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യമാണ്. നമ്മളിവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ എണ്ണം സഫീഷ്യൻ്റ് ആണെന്ന് വെച്ചാൽ ഒരിക്കലുമല്ല. കാര്യം ഏകദേശം 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ഒരു വർഷം ഏകദേശം 1,30,000 ഡോക്ടേഴ്സാണ് ഇറങ്ങുന്നത്, ശരിയല്ലേ? അപ്പോൾ അത്രയേറെ ഡോക്ടേഴ്സിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നോർമലി നമ്മൾ ചിന്തിക്കുന്നത് പറഞ്ഞാൽ ഭയങ്കരമായ ക്ലിനിക്കൽസ് കിട്ടുന്നു എന്നാണ്. പക്ഷേ ഇത് സത്യത്തിൽ ഓവർ ഹെക്റ്റിക്കാണ്. കാര്യം ഈ വിദ്യാർത്ഥികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ നമ്മളൊരു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു മാനദണ്ഡം നോക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഓരോ സബ്ജക്റ്റുകൾക്ക് മിനിമം ഇത്ര ക്ലിനിക്കൽസ് കിട്ടിയിട്ടുണ്ടാവണമെന്നുണ്ട്. അപ്പോൾ ഇവിടെ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഓവർ ഹെക്റ്റിക് ആയിട്ടുള്ള ഡ്യൂട്ടി കിട്ടുന്നുണ്ട്. മറ്റുള്ള രാജ്യങ്ങളിലോട്ട് പോകുമ്പോൾ എന്താണോ കൃത്യമായ നോംസ് പറയുന്നത് ആ നോംസിനനുസരിച്ചായിരിക്കും എന്ത് വരുന്നത്, അവർ എല്ലാ കാര്യങ്ങളും പ്രോപ്പർലി മാനേജ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത് വരുന്നൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഓരോ കാലാവസ്ഥയിലും എന്ത് ചെയ്യുന്നത് വരുന്ന അസുഖങ്ങൾക്ക് ഡിസീസസിന് ഡിഫറൻസ് വരുന്നത്, ഡിസീസസ് പാറ്റേൺസിനൊക്കെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഭയങ്കര കോൾഡായിട്ടുള്ള കൺട്രിയിലൊക്കെ പോയിട്ടാണ് പഠിക്കുന്നതെങ്കിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന തരത്തിലുള്ള അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും അവരവിടെ കാണാനായിട്ട് പോകുന്നില്ല. അവർ ഡിസീസസ് പാറ്റേൺസ് തന്നെ ടോട്ടലി ഡിഫറൻ്റ് ആയിരിക്കും. അപ്പം അല്ലാണ്ട് ബാക്കിയുള്ള കാര്യങ്ങളിൽ എന്തില്ല, വലിയ മാറ്റങ്ങളോ ഡിഫറൻസുകളോ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ഈ സ്റ്റുഡൻസ് വിദേശത്തെ MBBS തിരഞ്ഞെടുക്കുമ്പോൾ പലതരത്തിലുള്ള ചതിക്കുഴികളും അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. അപ്പം അതിന് എന്തൊക്കെയാണ് ആ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്? ചതിക്കുഴികൾ എന്ന് പറയുന്നതിനകത്ത് ഇതിനകത്ത് വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ വിദ്യാർത്ഥികൾ ആരെങ്കിലും പറ്റിക്കുമോ അല്ലെങ്കിൽ പറ്റിക്കപ്പെടുമോ എന്ന ഒരു ചിന്ത വേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. കാര്യം അത് വിദ്യാർത്ഥികൾ തന്നെ പ്രോപ്പർലി അനലൈസ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഏതെങ്കിലും കൺസൾട്ടൻസിനെയൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു കോളേജിൻ്റെയും അല്ലെങ്കിൽ കൺസൾട്ടൻസിൻ്റെയൊക്കെ പ്രീവിയസ് ഹിസ്റ്ററി,
അല്ലെങ്കിൽ അവർ ഈ ഫീൽഡിൽ കുറച്ച് നാളൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കി തിരഞ്ഞെടുക്കേണ്ട വിദ്യാർത്ഥികളുടെ തന്നെ ഉത്തരവാദിത്വമാണ്. പിന്നെ കോളേജിൻ്റെ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിലോട്ട് വരുന്ന സമയത്ത് ഇന്ന് നമ്മുടെ ഫ്രണ്ടിൽ റെലവൻ്റ് ആയിട്ടുള്ള എല്ലാ ഡേറ്റാസും അവൈലബിൾ ആണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ FMGL റെഗുലേഷൻ പാലിക്കുന്നുണ്ടോ എന്ന് എംബസികളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുകൂടാണ്ട് ഈ പറയുന്ന കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ FMG പാസ്സാവുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് നമുക്ക് ഓൾറെഡി നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ മെഡിക്കൽ എക്സാമിനേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായി തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതായത് സാധാരണ ഒരു കുട്ടിക്ക് പോകുന്നതിന് മുമ്പേ ഈ വിദേശത്ത് പോകുന്ന കോളേജ് എല്ലാ NMC റൂൾസും വാലിഡിറ്റി ചെയ്യുന്നുണ്ടോ എന്ന് അവർക്ക് പരിശോധിക്കാം. അതുകൂടാണ്ട് അവരുടെ FMG റിസൾട്ട് അവർക്ക് പരിശോധിച്ച് നോക്കാം. കാര്യം അതെല്ലാം പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. അതുകൂടാണ്ട് വേണമെങ്കിൽ ഇവരുടെ ഒരു ഇന്റർനാഷണൽ എക്സാമിനേഷൻ USMLE ബ്ലാബൊക്കെ പോലുള്ള എക്സാമിനേഷൻസിൻ്റെ പിന്നെ എന്ത് ചെയ്യാം, റിസൾട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അങ്ങനെ ഒരു ക്വാളിറ്റിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ ഇല്ല എന്നുള്ള കാര്യമൊക്കെ അറിയാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്ത് പോകുകയാണെങ്കിൽ പറയുന്ന ഒരു പ്രോബ്ലംസും ഇല്ല. ഓക്കെ, ഇപ്പം സാറിൻ്റെ ഒപ്പീനിയൻ വെച്ചിട്ട് നമ്മളിപ്പോൾ കേൾക്കുന്നത് പോലെ റൂമേഴ്സ് മാത്രമാണോ ഈ MBBS എബ്രോഡ് എന്ന് പറയുന്നത്, അതോ സ്റ്റുഡൻസിന് പോകുമ്പോൾ അതൊരു വാലിഡിറ്റി ആയിട്ട് നന്നായിട്ട് പഠിക്കാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണോ? ഈ പറയുന്ന റൂമേഴ്സും ഈ പറയുന്ന MBBS എബ്രോഡ് സ്റ്റഡിയായിട്ട് ബന്ധപ്പെട്ട് ഒരു ബന്ധവുമില്ല. ഇതിനകത്ത് രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ് മേജർലി ഉള്ളത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകളായിരിക്കാം. കാര്യം വേറൊന്നല്ല, ഇന്ത്യയിൽ MBBS പഠിക്കണമെങ്കിൽ മിനിമം 1-1.5 കോടി രൂപ പ്രൈവറ്റ് സെക്ടറിൽ കൊടുക്കുന്ന സമയത്ത് വിദേശത്തുള്ള വളരെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ MBBS പഠിക്കാനായിട്ട് നമുക്ക് മാക്സിമം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30-40 ലക്ഷം രൂപ മതി. അപ്പോൾ ഈ MBBS എബ്രോഡ് മോശമാണ് എന്ന് പറഞ്ഞ് പരത്തിയില്ല എങ്കിൽ ഈ വിദ്യാർത്ഥികൾ റിപ്പീറ്റിനൊന്നും പോകാൻ പോകുന്നില്ല, അവർ പുറത്തുപോയി പഠിക്കും. ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ ഞാൻ പറഞ്ഞുതരാം. 2021 നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി ഹെൽത്ത് സയൻസ് കുഹാസ് ഇട്ടിരിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി റിപ്പോർട്ടുണ്ട്. അതിനകത്ത് ഓരോ കോളേജുകളിലും എന്ത് ചെയ്തു, 2016 ജോയിൻ ചെയ്ത എത്ര വിദ്യാർത്ഥികളുണ്ട്, അതിൽ നിന്ന് എത്ര പേര് 2021 ഔട്ടായിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി നമ്മുടെ കുഹാസ് ഇട്ടിട്ടുണ്ട്. അതിൽ കേരളത്തിലുള്ള മെഡിക്കൽ കോളേജുകളിൽ 100 പേര് ജോയിൻ ചെയ്തതിൽ 50 പേര് പോലും പാസ്സാവാത്ത ഒരുപാട് കോളേജുകളുണ്ട്. അതായത് ബിലോ 50% റിസൾട്ടുള്ള കോളേജുകൾ കേരളത്തിലുണ്ട്. ഇപ്പോൾ വിദേശത്ത് FMG റിസൾട്ടിൽ ഓരോ ഫസ്റ്റ് അറ്റംപ്റ്റ് നോക്കുന്ന സമയത്ത് 65-70% റിസൾട്ടുള്ള കോളേജുകളിൽ 30-35 ലക്ഷം രൂപയ്ക്ക് പഠിക്കാൻ പറ്റുന്ന കോളേജുകൾ വിദേശത്തുണ്ട്. ഇനി 0% കോളേജുകളുമുണ്ട്. മനസ്സിലായി? അപ്പം നമ്മൾ എന്താണ് ചൂസ് ചെയ്യുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് FMG റെഗുലേഷൻ, അത് കൂടാണ്ട് എന്ത് ചെയ്തു, നമ്മുടെ പിന്നെ ഇവിടെ വന്നിട്ടുള്ള FMG എക്സാമിൻ്റെ പാസിംഗ് റേഷ്യോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പർലി മീറ്റ് ചെയ്യുന്ന കോളേജുകളാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ യാതൊരു തരത്തിലുള്ള പ്രോബ്ലംസും സ്റ്റുഡൻസ് ഫേസ് ചെയ്യാനായിട്ട് പോകുന്നില്ല. നമ്മൾ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് അവരുടെ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് മികച്ച യൂണിവേഴ്സിറ്റികൾ ചൂസ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ തന്നെയാണ് MBBS എബ്രോഡ്. MBBS എബ്രോഡ് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് വളരെ വിശദമായിട്ടാണ് സാർ നമുക്ക് ഡീറ്റെയിൽസ് തന്നത്. അടുത്ത വീഡിയോ കാണുന്നതുവരെ താങ്ക് യു.